നമസ്കാരം ക്ലാസ് റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ പാരലൽ ലൈൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 17ലെ ആക്ടിവിറ്റി സോൾവിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ മൊത്തം 3 പ്രോബ്ലംസ് ആണുള്ളത്. അതിൽ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യാം. ഡ്രോ എ പാരലലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ്. ഒരു പാരലോഗ്രാം, താഴെ ഒരു മെഷർമെന്റ് തന്നിട്ടുള്ള ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെന്റിൽ ഈ ഒരു പാരലോഗ്രാം വരയ്ക്കണം. പിന്നെ കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ്. മറ്റ് 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള 3 ആംഗിൾസും നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ചെയ്ത് നോക്കാം. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഒരു പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതായത് ഇവിടെ ഏറ്റവും താഴെ ഒരു 5 സെന്റിമീറ്റർ സൈഡ് ഉണ്ട് അല്ലേ? അപ്പം അത് 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ നേരെ മുകളിലുള്ള അതും 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഒരു സൈഡ് 3 സെന്റിമീറ്റർ ആണ്. അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ സൈഡും എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്ക്, ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. മറ്റുള്ള എല്ലാ ആംഗിളും നമ്മൾ കണ്ടുപിടിക്കണം. പാരലലോഗ്രാമിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പാരലലോഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക. ഏറ്റവും താഴെയുള്ള ലെങ്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ. ആ 5 സെന്റിമീറ്റർ ഇവിടെ നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതിന് ABCD എന്ന് ഇത് കൊടുക്കാം, പേര് കൊടുക്കാം. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ആ വരച്ച ലൈനിന് AB എന്നിങ്ങനെ പേരും കൊടുത്തു. എത്രയാണ് അതിന്റെ ലെങ്ത്? 5 സെന്റിമീറ്റർ. അടുത്ത നോക്ക്, നമ്മുടെ ആ പാരലോഗ്രാമിൽ ഇനി അടുത്തത് A എന്ന് പറയുന്ന ആ പൊസിഷനിൽ നിന്ന് ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. അത് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കേണ്ട വിധം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. AB എന്ന് നമ്മൾ വരച്ച ലെങ്തിന്റെ എയുടെ ആ പൊസിഷനിലാണ് പ്രൊട്രാക്ടർ വയ്ക്കേണ്ടത്. എന്നിട്ട് 60 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ എവിടെയാണ് 60 ഡിഗ്രി? നമ്മുടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. എത്ര? 60 ഡിഗ്രിയല്ലേ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10 കണ്ടോ, 20, 30, 40, 50 ഇതാണ് നമ്മുടെ 60 ഡിഗ്രി. കണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് വരച്ച് യോജിപ്പിക്കണം. എയോട് യോജിപ്പിക്കണം. ആ 60 ഡിഗ്രി മാർക്ക് ചെയ്തില്ലേ അവിടെ. ഇനി എന്താ അവിടെ ചെയ്യാനുള്ളത്? ഈ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. നമ്മൾ അവിടുത്തെ അളവൊന്നും എടുത്തില്ല, ജസ്റ്റ് ആ ഡിഗ്രി മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ അളവ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിൽ 3 സെന്റിമീറ്റർ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഈ പൊസിഷനിലാണ് നമുക്ക് കിട്ടുന്നത്. 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്ക് അവിടെ D എന്ന് പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ ABCD ആണ് ഇതിനെ കൊടുക്കാൻ പോകുന്ന പേര്. അതുകൊണ്ട് നമ്മൾ D എന്ന് കൊടുത്തു. കണ്ടോ? D എന്ന് പറയുന്ന ആ പൊസിഷന് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ആ മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ C വരയ്ക്കണം അല്ലേ? C എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലോട്ടുള്ള ലൈനാണ് വരയ്ക്കാനുള്ളത്. അതായത് Dയിൽ നിന്ന് Cയിലോട്ടുള്ള ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സെറ്റ് സ്ക്വയർ എടുത്ത് ഇങ്ങനെ വയ്ക്കാം. 5 സെന്റിമീറ്റർ നമ്മൾ വരച്ചില്ലേ, അതിന്റെ അവിടെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് അതിന്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ശേഷം സെറ്റ് സ്ക്വയർ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരിക. കണ്ടോ? അപ്പം ഇങ്ങനെ വരും. ഇനി Dയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. കണ്ടോ? ലൈൻ വരച്ചേക്കുന്നത് Dയിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇനി നമുക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ഈ AD എത്രയാ? 3 സെന്റിമീറ്റർ ആണല്ലോ. ആ ക്വസ്റ്റ്യനിൽ നോക്കൂ, ക്വസ്റ്റ്യനിൽ AD 3 സെന്റിമീറ്റർ. അതിന് പാരലായിട്ടുള്ള ലൈനാണ് BC എന്ന് പറയുന്നത്. അപ്പോൾ ADക്ക് പാരലായിട്ട് BC നമ്മളിവിടെ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ADക്കാണ് BC പാരലൽ അല്ലേ? അപ്പം നമ്മൾ ADയിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യണം. കണ്ടോ? സെറ്റ് സ്ക്വയർ വച്ചേക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്കെയിൽ എടുത്ത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ പ്ലേസ് ചെയ്യണം. കണ്ടോ? ഈ ഫിഗറിൽ കാണുന്നത് പോലെ വെച്ചാൽ മതി, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ പതിയെ നീക്കുക. നീക്കി കൊണ്ടുവന്ന് Bയിൽ നിന്ന് ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കണം. എന്നിട്ട് അവിടെ C എന്ന് പേര് കൊടുക്കണം. കണ്ടോ ഇവിടെ വരച്ചേക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആംഗിൾ A തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അതുപോലെ ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D ഇത് കണ്ടുപിടിക്കണം. ഇവിടെ ABയുടെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ CDയുടെ ലെങ്ത് എത്രയായിരിക്കും? CDയുടെ ലെങ്തും 5 സെന്റിമീറ്റർ ആണ്. ADയുടെ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ BCയുടെ ലെങ്ത് എത്രയായിരിക്കും? അതും 3 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാം.
നോക്കിയോളൂ, നമ്മൾ വരച്ച ഫിഗറാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ ആംഗിൾ എ ആൻഡ് ആംഗിൾ ഡി ആർ കോ ഇന്റീരിയർ ആംഗിൾസ്. എന്താണ് കോ ഇന്റീരിയർ ആംഗിൾസ്? ഇല്ലെങ്കിൽ ആന്തര സഹകോണുകളെന്നും പറയും. കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞ ടേം അതെന്താണെന്ന് ദാ ഇവിടെ പറഞ്ഞുതരാം. നോക്കിയോളൂ, ഇൻ ആൻഡ് ഔട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം ആണ് കേട്ടോ. സെയിം ഒരു കോളമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇൻ ദ ഫിഗേഴ്സ് ബിലോ ഷോ ദ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ പെയേഴ്സ് വെൻ ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ അനദർ ലൈൻ. ഇവിടെ നോക്കി, രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇന്നറിൽ രണ്ട് കോണ് രൂപപ്പെടുന്നുണ്ട്. കണ്ടോ, ഇന്നർ റൈറ്റ് എന്നിങ്ങനെ രണ്ട് കോൺ. അതിന്റെ താഴെ ഇന്നർ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് രണ്ട് കോൺ. ഇതിനെയാണ് നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾസ്, അതായത് ഉള്ളിൽ രൂപപ്പെടുന്നത്. ആ രണ്ട് പാരലൽ ലൈനിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന കോണുകൾ, അതാണ് ഇന്നർ റൈറ്റും പിന്നെ ഇന്നർ ലെഫ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ വരുന്ന കോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ ഫിഗർ ഉണ്ടല്ലോ പാരലോഗ്രാമിൽ, നോക്ക്, ആംഗിൾ എയും ആംഗിൾ ഡിയും എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണല്ലോ, കാരണം അത് ഉള്ളിലാണല്ലോ രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ പുറത്ത് രൂപപ്പെടുന്നത് എന്താണ്? കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. എന്താണ്? കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. കണ്ടോ, ഔട്ടർ ലെഫ്റ്റ് ഇങ്ങനെ രൂപപ്പെടുന്നത്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് കൊടുത്തത്. കാരണം അത് രണ്ടും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഇതാ ഇവിടെ നോക്കിയോളൂ. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ നമുക്കിവിടെ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എത്രയായിരിക്കും? 60 പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 60 എത്ര കിട്ടും? 120 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി നമുക്ക് കിട്ടി 120 ഡിഗ്രി. ഇനി നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇനി പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ സിയും ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ എ 60 ഡിഗ്രി ആണ്, അതുകൊണ്ട് ആംഗിൾ സിയും എന്താണ്? 60 ഡിഗ്രി ആണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്, ആംഗിൾ ഡി 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായല്ലോ? പാരലോഗ്രാം വരച്ചു, അതിൻ്റെ അകത്തുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് മലയാളം മീഡിയംകാർക്കുള്ളതാണ്. ആംഗിൾ എയും ആംഗിൾ ഡിയും ആന്തര സഹകോണുകളാണ്. അതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി. 60 പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 മൈനസ് 60 120 ഡിഗ്രി. അടുത്ത ഒരു സമാന്തരികത്തിലെ എതിർകോണുകൾ തുല്യമാണ്. അതിനാൽ ആംഗിൾ എയും ആംഗിൾ സിയും തുല്യം. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യം. അതുകൊണ്ട് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ 4 കോണുകളും കണ്ടുപിടിച്ചല്ലോ. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. അടുത്ത നമ്മുടെ പേജ് നമ്പർ 17 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലൂ ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. തന്നിട്ടുള്ള ആ ഫിഗറിൽ മുകളിലും താഴെയുള്ള ബ്ലൂ ലൈൻസ് എന്താണ്? പാരലൽ ആണ്. പിന്നെ അതിൻ്റെ നടുക്കൂടെ ഗ്രീൻ ലൈൻസ് ഉണ്ട്, കണ്ടോ? പിന്നെ എന്താ പറ്റില്ല? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്രീൻ ലൈൻസ്. ആ രണ്ട് ഗ്രീൻ ലൈൻ്റെ ഇടയ്ക്കുള്ള ആ ആംഗിൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ ആ ക്വസ്റ്റ്യൻ്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ വേറൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, സമാന്തര വരകളുണ്ട്. അവയിൽ ഓരോ ലൈൻ ഒരു പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഇ എന്നും ജി എന്നും നമ്മൾ കൊടുത്തു. എന്നിട്ട് ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു പൊസിഷൻ എടുത്തു, എഫ്. എന്നിട്ട് ഇയിൽ നിന്നും ജിയിൽ നിന്നും ലൈൻ വരച്ച് എഫിലോട്ട് കൊണ്ടുപോവുകയാണ്. കണ്ടല്ലോ, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എഫിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ആംഗിൾ ഇ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയപ്പോൾ 32.21 ഡിഗ്രി എന്നും ആംഗിൾ ജി എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയപ്പോൾ 36.56 ഡിഗ്രി എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എഫ് എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ വെച്ച് നോക്കിയപ്പോൾ 68.77 ഡിഗ്രി എന്ന് കിട്ടി. എങ്കിൽ ഈ 3 കോണുകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ആംഗിൾ ഇ ആംഗിൾ ജി
ആംഗിൾ ഇയും ആംഗിൾ ജിയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയേ. 32.21 ഡിഗ്രിയും 36.56 ഡിഗ്രിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 68.77 ഡിഗ്രി എന്ന് കിട്ടൂലേ? അപ്പോൾ ഇവിടെ 32.21 ഡിഗ്രിയുടെയും 36.56 ഡിഗ്രിയുടെയും സമ്മാണ് ആ നടുക്കുള്ള ആംഗിൾ എഫ് എന്ന് പറയുന്നത്. അതായത് 68.77 ഡിഗ്രി. അതാണ് ഈ 3 കോണുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിലേ ഇവിടെ ഈ കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എത്രയായിരിക്കും എന്നൊന്ന് പറഞ്ഞേ. ഈ 50 ഡിഗ്രി ഒരു സൈഡിൽ താഴത്തെ ആംഗിൾ, 40 ഡിഗ്രി മുകളിലത്തെ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ആ നടുക്കലത്തെ ആംഗിൾ എത്രയായിരിക്കും? എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ മുകളിലത്തെ 2 ആംഗിൾസിന്റെ സമ്മാണ് നടുക്കത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 50 + 40 എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ആൻസർ എഴുതി വെക്കാൻ പറ്റില്ല. ഇവിടെ സ്റ്റെപ്പ് എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ടേം പഠിക്കുകയാണ്. നമ്മൾ നേരത്തെ കോ ഇൻറ്റീരിയർ, കോ എക്സ്റ്റീരിയർ പഠിച്ചല്ലോ. ഇനി അതേപോലെ വേറൊരു ടേം നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ. മറുകോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതാ നോക്കിയോളൂ, ഇതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് പൊസിഷനിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 പാരലൽ ലൈൻസ് അതിനെ ഒരൊറ്റ ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ബോട്ടം ലെഫ്റ്റിലും പിന്നെ ബോട്ടം ലെഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബോട്ടത്തിന്റെ ഓപ്പോസിറ്റ് ടോപ്പ്, ലെഫ്റ്റിന്റെ ഓപ്പോസിറ്റ് റൈറ്റ്. ടോപ്പ് റൈറ്റിലുള്ള ആംഗിൾസും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവ ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്തത് ടോപ്പ് ലെഫ്റ്റിൽ രൂപപ്പെടുന്ന ആംഗിൾസും. അപ്പോൾ ടോപ്പ് ലെഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്, ടോപ്പിന്റെ ഓപ്പോസിറ്റ് ബോട്ടം, ലെഫ്റ്റിൻ്റെത് റൈറ്റ്. അപ്പോൾ ബോട്ടം റൈറ്റിൽ രൂപപ്പെടുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവ രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബോട്ടം റൈറ്റിൽ രൂപപ്പെടുന്ന ആംഗിൾസും ടോപ്പ് ലെഫ്റ്റിൽ രൂപപ്പെടുന്ന ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. അതുപോലെ ടോപ്പ് റൈറ്റിലെ ബോട്ടം ലെഫ്റ്റിലെ ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. അവ ഈക്വലുമാണ്. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ഒരു ഫിഗറിൽ നമ്മൾ നടുക്കൂടെ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. കണ്ടോ? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആംഗിൾ എ, ആംഗിൾ ബി ഇങ്ങനെ മാർക്ക് ചെയ്തു. കണ്ടോ? ആ മുകളിലത്തെ ആംഗിൾ എ എന്നും താഴത്തെ ആംഗിളിനെ ആംഗിൾ ബി എന്നും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ആംഗിൾസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ 40 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടല്ലോ, അതിന്റെ പൊസിഷൻ എന്തുവാണ്? അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ടം റൈറ്റ് ആണല്ലോ. ബോട്ടം റൈറ്റ്. അതുപോലെ ഇവിടെ ആംഗിൾ എയുടെയും ആംഗിൾ ബിയുടെയും ഈ 50 ഡിഗ്രിയുടെയും പൊസിഷൻസ് പറയണം. ഇതാ നോക്കിയുള്ളൂ, ആംഗിൾ 40 ഇത് ബോട്ടം റൈറ്റ്. അങ്ങനെയെങ്കിൽ ആംഗിൾ എയുടേത് ആ പാരലൽ ലൈനിന്റെ മുകളിലാണ്, അപ്പം ടോപ്പ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ, അപ്പം ടോപ്പ് ലെഫ്റ്റ്. ഇനി ആംഗിൾ ബിയുടെ പൊസിഷൻ പാരലൽ ലൈനിന്റെ താഴെയാണ്, അപ്പം ബോട്ടം. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ്, അപ്പം ബോട്ടം ലെഫ്റ്റ്. ഇനി ആ 50 ഡിഗ്രി എന്ന് പറയുന്നത് താഴത്തെ പാരലൽ ലൈനിന്റെ ടോപ്പ് പൊസിഷനിലാണ്, അപ്പം ടോപ്പ്. പിന്നെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റ് സൈഡിലാണ് അല്ലേ? അപ്പൊ ലെഫ്റ്റും റൈറ്റും ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചോളണം, എന്നാലേ നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ടോപ്പ് റൈറ്റ്. ഇനി പറഞ്ഞ ഇതിൽ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്? നമുക്കറിയാം ഓപ്പോസിറ്റ് പൊസിഷനിലുള്ള ആംഗിൾസ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പം ബോട്ടം റൈറ്റിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെഫ്റ്റ്. അപ്പൊ ടോപ്പ് ലെഫ്റ്റിലുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ. അപ്പൊ 40 ഡിഗ്രിയും ആംഗിൾ എയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി ആംഗിൾ ബി നോക്കൂ, ബോട്ടം ലെഫ്റ്റ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ബോട്ടത്തിന്റെ ഓപ്പോസിറ്റ് ടോപ്പ്, ലെഫ്റ്റിൻ്റെത് റൈറ്റ്. അപ്പൊ ടോപ്പ് റൈറ്റ്. അപ്പൊ ടോപ്പ് റൈറ്റ് പൊസിഷനിലുള്ള ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി അല്ലേ? അപ്പൊ ആംഗിൾ ബിയും 50 ഡിഗ്രിയും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. മനസ്സിലായോ? ഇനി ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത എന്തുവാണ്? അവ ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ആംഗിൾ എയും 40യും ഈക്വൽ ആണ്, ആംഗിൾ ബിയും 50യും ഈക്വൽ ആണ്. അതായത് ആംഗിൾ എ 40 ഡിഗ്രിയാണ്, ആംഗിൾ ബി 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 + 40 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? നമുക്കിത് നോട്ടായിട്ട് എഴുതാം. ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളതും മലയാളം മീഡിയംകാർക്കുള്ളതും ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ? ആംഗിൾ എ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അതിന് റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ എയും 40 ഡിഗ്രിയും ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിൾ എയും 40 ഡിഗ്രിയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അപ്പോൾ അവ ഈക്വൽ ആണ്. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്, കാരണം ആംഗിൾ ബിയും 50 ഡിഗ്രിയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്.
അതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്രീൻ ലൈൻസ്, ആ രണ്ട് ഗ്രീൻ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സമ്മായിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആയിരിക്കും. ആംഗിൾ എ 40 ഡിഗ്രിയാണ്, ആംഗിൾ ബി 50 ഡിഗ്രിയാണ്. അപ്പോൾ അവയുടെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി. ആംഗിൾ എ 40 ഡിഗ്രി, കാരണം മറുകോണുകൾ തുല്യമായിരിക്കും. ആംഗിൾ ബി 50 ഡിഗ്രി, മറുകോണുകൾ തുല്യമായിരിക്കും. അതിനാൽ പച്ചവരകൾക്കിടയിലെ കോണം എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. അപ്പം 40 + 50 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ഞാൻ ചെയ്തില്ലേ, ഇപ്പോൾ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്, മനസ്സിലായില്ലേ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് അടുത്തത് ഏതൊക്കെ, അതായത് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മൾ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ, ഒരു ഐഡിയ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഇടണം.